വിദ്യാർത്ഥികളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് അറബിക്ക് ഓറിയന്റൽ അറബിക്ക് കേട്ടോ, അതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഖുവത്തുൽ ഉൽഫ എന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പാഠഭാഗം മക്കൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഖുവത്തുൽ ഉൽഫ ഷാമിലിൻ്റെ കഥയാണ് അല്ലേ? അപ്പോൾ അതിലെ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഇവിടെ നോക്കൂ, മിൻ ഐന ഖറജ ഷാമിൽ. ഷാമിൽ എവിടെ നിന്നാണ് പോയത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? മിൻ ഐന, ഫസ്റ്റ് വരി തന്നെ ഉണ്ട് അല്ലേ? ഖറജ ഷാമിൽ മിൻ ബൈത്തിഹി എന്ന് കൊടുക്കും തരം അല്ലേ? ഖറജ ഷാമിൽ മിൻ ബൈത്തിഹി. അടുത്ത ചോദ്യം, മാതാ സമിയ ഷാമിൽ മിനൽ വറ. പിറകുന്ന് ഷാമിൽ എന്താണ് കേട്ടത്? ഇതേ വാചകങ്ങൾ പുസ്തകത്തിൽ നോക്കിയ മക്കൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും അല്ലേ? ഈ സമിയ ഷാമിൽ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ച് നോക്കൂ. എവിടെയാണ് അല്ലേ? സമിയ മിനൽ വറാഇ നിദാഅൻ. ഇവിടെ വേണമെങ്കിൽ ഷാമിൽ എന്ന് കൂടി ചേർക്കാം. സമിയ ഷാമിൽ മിനൽ വറാഇ നിദാഅൻ, ഒരു വിളിയാണ് കേട്ടത് അല്ലേ? അടുത്തത്, മാതാ ഖാലത്തി ഷജറത്തു ലിഷാമിൽ. മരം ഷാമിലിനോട് എന്താണ് പറഞ്ഞത് അല്ലേ? പറഞ്ഞ കാര്യമുണ്ടല്ലോ, കാലത്ത് എന്ന വാക്ക് തന്നെയുണ്ട്. എവിടെയാണ്? 4ാമത്തെ വരിയിൽ ഫബ്തസമത്തി ഷജറത്തു വഖാലത്ത്. നിങ്ങൾ എങ്ങനെ എഴുതാം? ഖാലത്തി ഷജറ എന്ന് എഴുതാം. ഖാലത്തി ഷജറ ഐന തുസ്രിഉ യാ ഗുലാം. കുട്ടി, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഖാല, അത് വേണ്ട, ഇത്രയും മതി. ഐന തുസ്രിഉ യാ ഗുലാം എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഖാലത്തി ഷജറ ഐന തുസ്രിഉ യാ ഗുലാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിലെ വേറെയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. എത്രാമത്തെ പേജാണ്? 10ാമത്തെ പേജിൽ. ഐന തഈഷുൽ ഫിറാൻ. ഫിറാൻ എന്താ? ഫിറാൻ എലികൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് എലി എവിടെ താമസിക്കുന്ന മരം പറഞ്ഞത് നമ്മൾ അറിയാം അല്ലേ? തഈഷു ഫി തഈഷുൽ ഫിറാൻ ഫിൽ ഹുജൂർ എന്ന് എഴുതണം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ആദ്യം ഈ വാക്ക് എഴുതാം. തഈഷുൽ ഫിറാൻ, എലികൾ താമസിക്കുന്നു. എവിടെയെന്നാ പറഞ്ഞ്? ഹുജൂർ എന്നാണ്. ഹുജൂർ. അപ്പോ ഫിൽ ഹുജൂർ എന്ന് എഴുതണം. ഇതിന്റെ മുമ്പിൽ ഫീ കൊടുക്കണം. അൽ ഹുജൂരി എന്ന് എഴുതാം കേട്ടോ. ഫിൽ ഹുജൂരി. ഓക്കെ. അടുത്തത്, ഐന യസ്തരീഹുന്നാസ്. ജനങ്ങൾ എവിടെയാണ് വിശ്രമിക്കുന്നത്? എവിടെയാണ്? അതിനുത്തരം ഇതിലുണ്ട് അല്ലേ? യസ്തരീഹുന്നാസ് തഹത ളില്ലി ളില്ലി ഷജറ എന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ ളില്ലി കഴിഞ്ഞ് യാ ഒഴിവാക്കുക. എന്നിട്ട് അഷജറത്തി. അഷജറത്തി എന്ന് എഴുതാറിയില്ല, ഇതായിരിക്കുന്നത് അഷജറത്ത്. അപ്പോ യസ്തരീഹുന്നാസ് തഹത ളില്ലി അഷജറത്തി എന്ന് ഉത്തരം കൊടുക്കാം. ഓക്കെ. അടുത്തത്, മാതാ ഖാല ഷാമിൽ ഫി നഫ്സിഹി. ഷാമിൽ മനസ്സിൽ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഈ ഷജറത്തിന്റെ കഥ കേട്ടപ്പോ എന്താ പറഞ്ഞത്? ഖാല ഷാമിൽ ഫി നഫ്സിഹി മാ അഹ്സന ഷജറ വമാ അഖ്വാഹ അല്ലേ? മാ അഹ്സന ഷജറ വമാ അഖ്വാഹ, എന്ത് നല്ല മരം, എന്താണ് ശക്തിയുള്ള മരം. മാ സിറു ഖുവത്തി ഷജറ, മരത്തിന്റെ ശക്തിയുടെ കാരണം, രഹസ്യം എന്താണ്? എന്താ പറയണ? മരം പറയണ്ടല്ലോ, ഖാലത്തി ഷജറ സിറു ഖുവത്തി അൽ ഉൽഫ. അപ്പൊ ഉത്തരം എന്ത് വരും? സിറു ഖുവത്തി ഷജറ എന്ന് കൊടുക്കാം. അൽ ഉൽഫ. അൽ ഉൽഫ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ സിറു ഖുവത്തി അഷ്ഷജറത്തി അൽ ഉൽഫ അങ്ങനെയും എഴുതാം. ഓക്കെ. അടുത്ത ചോദ്യം, നുറാജിഉ നസ്സ വനക്തുബുൽ ജുമുഅ ലിൽ മുഫറദാത്തിൽ ആത്തിയ. ഇവിടെ താഴെയുള്ള വാക്കുകളുടെ ജംഅ് എഴുതണം.
ജം എന്താ മക്കളെ? ബഹുവചനം അല്ലേ? അപ്പൊ ഗുസ്നുൻ അത് പാഠഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തണം. എവിടെ നിന്ന് കണ്ടെത്താം? ഗുസ്നുൻ ജം എന്താണ്? പാഠഭാഗത്തിലുണ്ടല്ലോ. എവിടെയാണത്? പറയൂ. ഏ അഗ്സാനുൻ കേട്ടോ. നീന്ന് എഴുതണ്ട, അഗ്സാനുൻ എന്ന് എഴുതണം. ഓക്കെ. അടുത്തതോ വറക്കുൻ. വറക്കുൻ ജമ്മ് എന്താ വരിക? ഇതിലുണ്ട് ഔറാക്കുൻ കേട്ടോ. ഔറാക്കുൻ കീന്ന് എഴുതണ്ട, ഔറാക്കുൻ. അടുത്തതോ സമറത്തുൻ. സമറത്തുൻ പഴം അല്ലെ? വറക്കയില. ഹുസിന് കൊമ്പ്. സമറത്ത് എന്താണ്? പഴം. പഴത്തിന് സിമാറുൻ കേട്ടോ. അവിടെ കൊണ്ട് സിമാറുൻ എന്താ വരിക? സിമാറുൻ. സമറത്തുൻ ജമ്മ് സിമാറുൻ. സിമാർ എന്നാണ് എഴുതിയിട്ടുള്ളത്, സിമാറുൻ എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തതോ ജസറുൻ. ജസറുൻ വേര്. ജസറുൻ ജമ്മ് ജുസൂറുൻ. എവിടെ? ജുസൂർ. ജുദൂറുൻ കൊടുക്കാം. റായിന് ലമ്മത്തൻ വരുന്നതാ. ജുദൂറുൻ. അടുത്തതോ പിന്നെ ഹഷറത്തുൻ. ഹഷറത്തുൻ ഹഷറാത്തുൻ ആണ്. എവിടെ? അൽ ഹഷറാത്ത്. ഹഷറാത്തുൻ എന്ന് എഴുതാം. ഹഷറത്തുൻ ജമ്മ ഹഷറാത്തുൻ. അടുത്തത് ത്വാഇറുൻ പക്ഷി. ഹഷറത്തുൻ എന്താണ്? എന്താണ്? ജീവിട്ട ചെറിയ പാറ്റകൾക്കാണ് ഹഷറത്ത് എന്ന് പറയുക. ത്വാഇറുൻ. ത്വാഇറുൻ ജമ്മ അത്വൈർ. ത്വൈർ എന്നും പറയാം, ത്വയൂർ എന്നും പറയാം കേട്ടോ. അത്വൈർ. ത്വൈറുൻ. ത്വൈറുൻ ജമ്മ ത്വൈറുൻ. അടുത്ത ഹുജുറുൻ. ഹുജുർ എന്ന് പറഞ്ഞാൽ ഹോള്. ഹുജുറുൻ ജമ്മ ഹുജൂറുൻ. എവിടെ? ഹുജൂറുൻ അവിടെ ഉണ്ട്. ഹുജൂറുൻ. ഓക്കെ. അടുത്തതോ ഫഉറുൻ. ഫഉറുൻ എന്ന് വെച്ചാൽ ഫഉറുൻ എലി. ഫഉറുൻ ജമ്മ് ഫിറാൻ. അവസാനം നമ്മൾ പറഞ്ഞില്ലേ ഫിറാനുൻ. ഫഉറുൻ ജമ്മ് ഫിറാനുൻ എലികൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.